സ്നേഹം എന്നാൽ ഒരാളെ പരിപാലിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. എന്നാൽ പൊസസീവ്നെസ് ഉള്ളവർ പലപ്പോഴും പറയുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് താൻ പൊസസീവ് ആകുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹക്കൂടുതലാണോ? അല്ല, ഒരുതരം ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഇവർ പൊസസീവായി മാറുന്നത്. തന്റെ പാർട്ട്ണറാൽ താൻ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം കാരണം പാർട്ട്ണറിൽ കൂടുതൽ ക്ലിങ് ചെയ്യുന്ന ഒരവസ്ഥ. പാർട്ട്ണറിന്റെ ബൗണ്ടറി കടന്ന് അവരുടെ മൊബൈൽ ചെക്ക് ചെയ്യുക, അവരുടെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുക, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പൊസസീവ്നെസ് സ്നേഹത്തെക്കാൾ കൂടുതൽ ഒരുതരം ആസക്തിയാണ്, ഒരുതരം അഡിക്ഷൻ ആണ് അത്. സ്വന്തം ഗോൾസും ഹോബീസും എല്ലാം മാറ്റിവെച്ച് പാർട്ട്ണറെ ഇങ്ങനെ ശ്വാസം മുടിച്ചു കൊല്ലുന്ന ഒരവസ്ഥ. പൊസസീവ്നെസ് ഒരുതരം ടോക്സിസിറ്റി ആണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിലൊക്കെ ഉപരിയാണ്. പാർട്ട്നേഴ്സിന്റെ ചെറുതോ വലുതോ ആയ എല്ലാ കാര്യങ്ങളിലും കുറ്റപ്പെടുത്തി അവരെ അടിച്ചമർത്തി അവരിൽ സ്വയം ഒരു സെൽഫ് ഡൗട്ട് സൃഷ്ടിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും താനാണ് ശരിയെന്ന് നിരന്തരം വിശ്വസിക്കുകയും മറ്റേയാൾ റിലേഷൻഷിപ്പിൽ ഒട്ടും എഫേർട്ട് ഇടുന്നില്ല എന്നും മറ്റേയാൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആണെന്നും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ ഒരു നിസ്സഹായത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുതരം അബ്യൂസും മാനിപ്പുലേഷനും എല്ലാം ഇതിൽ കാണാൻ സാധിക്കും. ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നവർക്ക് പലപ്പോഴും ഒരുതരം ദേഷ്യവും വിദ്വേഷവും ഒരു ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ ട്രൂ ലവ് ആണോ, അതോ ഒരു പോസസീവ് ലവ് ആണോ, അതോ ഒരു ടോക്സിസിറ്റി ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.